അങ്ങയുടെ നാമം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. മൺസിഞ്ഞോർ ജോയ്സ് കൺവിറ്റിലച്ച പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഒരു പ്രതിഷേധം അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ മുനമ്പത്തെക്കുറിച്ച് ഓർക്കുന്നു. എന്നാൽ ഈ പ്രശ്നം വഖഫ് പ്രശ്നം മുനമ്പം പ്രദേശത്തേക്ക് മാത്രമല്ല, കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ഇത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് IMS ധ്യാനഭവൻ്റെ അടുക്കൽ ഒരു മദ്രസ ആരംഭിക്കുകയാണെങ്കിൽ അവർ പറയുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് ഈ IMSൻ്റെ 5 ഏക്കർ സ്ഥലം അവരുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് നിയമം അനുസരിച്ച് നമുക്ക് കോടതിയിൽ പോകാം, പക്ഷേ അതിൽ വിജയിക്കുക വളരെ പ്രയാസമാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്ത് ഒരു ബിൽ പാസ്സാക്കേണ്ടത്. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മൺസിഞ്ഞോറച്ചൻ ഇന്ന് നമ്മളോട് സംസാരിക്കുവാനായിട്ട് പോവുകയാണ്. ഈ മുനമ്പം പ്രശ്നവും അതേ തുടർന്ന് മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതിനെക്കുറിച്ച്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളിവിടെ നിൽക്കുന്നത് ദൈവനാമത്തിൽ നന്മയ്ക്ക് വേണ്ടി, അവശത അനുഭവിക്കുന്ന ജനത്തിനു വേണ്ടി, അവരോടൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി. ഞാൻ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ഒരു സമുദായത്തിനെതിരെയല്ല, മനുഷ്യർക്കെതിരെയല്ല. മനുഷ്യർക്ക് അനുഗുണമല്ലാത്ത നിയമങ്ങൾക്കെതിരെയുള്ളൊരു നിലപാടാണ്, നീതി നിഷേധത്തിനെതിരെ ഉള്ളൊരു നിലപാടാണ്. ഇത് പ്രവാചക ദൗത്യമാണ്, അത് ക്രിസ്തു ഏറ്റെടുത്ത ദൗത്യമാണ്, അത് നമ്മൾ തുടരേണ്ടതുമാണ്. നീതി എവിടെ നിഷേധിക്കപ്പെടുന്നുവോ അവരുടെ പക്ഷം ചേരുക നമ്മുടെ അസ്തിത്വത്തിൻ്റെ അടയാളമാണ്. മനുഷ്യരുള്ള നിലപാടുകളെ നമുക്ക് എതിർക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു സമുദായത്തിനെതിരെയോ ഏതെങ്കിലും ഒരു മതത്തിനെതിരെയുള്ളൊരു നിലപാടല്ല ഇത്, മറിച്ച് മനോഭാവങ്ങൾക്കെതിരെയുള്ള ചോദ്യം ചെയ്യല. നമുക്കറിയാം, ക്രിസ്തു ഒരിക്കലും പാപിക്കെതിരെ നിന്നില്ല, പാപത്തിനെതിരെ മാത്രമേ നിന്നില്ല. പാപിയുടെ തോളിൽ കൈയിട്ട് അവൻ്റെ വീട്ടിൽ പോയി അവനോടൊപ്പം അപ്പം പങ്കുവയ്ക്കുന്ന, ഭക്ഷിക്കുന്ന ക്രിസ്തീയ സംസ്കൃതി അത് നമ്മുടെ സ്വത്വത്തിൻ്റെ ഭാഗമാണ്, അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. ക്രിസ്തുവിൽ ജന്മം കൊണ്ട് നമ്മുടെയൊക്കെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. പാപത്തെ അങ്ങേയറ്റം വെറുക്കുകയും പാപിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും പുറത്തു വന്നു കഴിഞ്ഞാൽ അമ്മ ശ്വസിച്ചാൽ പോരല്ലോ, നമ്മുടെ അമ്മ ശ്വസിച്ചാൽ പോലെ നമ്മൾ ശ്വസിക്കണം, അമ്മ ഭക്ഷിച്ചാൽ പോലെ നമ്മൾ ഭക്ഷിക്കണം. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിലൂടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നൽകപ്പെട്ട മനുഷ്യ ജീവൻ അതിന്റെ സ്വാഭാവികമായ അവസാനം വരെ നിലനിൽക്കുന്നതിനും പരിപോഷിപ്പിക്കപ്പെടുന്നതിനും സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടി നമ്മൾ സ്വന്തം വായിലൂടെ ഭക്ഷിക്കണം, പാനം ചെയ്യണം, സ്വന്തം മൂക്കിലൂടെ ശ്വസിക്കണം. വേണോ വേണ്ടയോ? വേണം. അത് സത്യമാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അമ്മയുടെ ഉദരത്തിലെ 9 മാസം കഴിഞ്ഞ് 10ാം അമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെയാണ് നമ്മൾ ശ്വസിക്കുന്നത്. സ്വന്തം വായിലൂടെ ആരെങ്കിലും ഭക്ഷിച്ചിട്ടുണ്ടോ അമ്മയുടെ ഉദരത്തിൽ വെച്ച്? ഇല്ല. അത്
പുറത്തു വന്നു കഴിഞ്ഞാലേ സാധിക്കും. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മളൊക്കെ ശ്വസിക്കുകയും നമ്മളൊക്കെ ഭക്ഷിക്കുകയും ചെയ്ത് നമുക്ക് എതിർക്കണം. എന്തുകൊണ്ട് ഞാനതിൻ്റെ സാങ്കത്യമെന്ന് പറയാം. ഞാനിതിന് മുമ്പ് ഇവിടെ ഒരു സംഘത്തിന് വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ 150 ആരോഗ്യത്തിനുള്ളത് നമ്മുടെ മാതാപിതാക്കളാണോ, ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരാണോ, ഏതെങ്കിലും മനുഷ്യരാണോ ഈ